ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ തെറ്റായി കാണിക്കുന്ന ഒരു ഭൂപടം പോസ്റ്റ് ചെയ്തതിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി ചിത്രീകരിച്ചുള്ള ഭൂപടം പോസ്റ്റ് ചെയ്തതിലാണ് ക്ഷമാപണം നടത്തിയത്. പോസ്റ്റ് ആ പ്രദേശത്തിന്റെ ഒരു ചിത്രീകരണമാണ്. ഈ ഭൂപടം അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ ചിത്രം മൂലമുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചത്. ഇറാൻ ഒരു ആഗോള ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള മാപ്പിലാണ് ഇസ്രായേൽ സേന ഇന്ത്യൻ പ്രദേശത്തെ തെറ്റായി നൽകിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ട് എക്സിലൂടെയായിരുന്നു പ്രതിഷേധങ്ങൾ. അതേസമയം പതിറ്റാണ്ടുകളായി പാകിസ്ഥാനും ചൈനയും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരുന്ന ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി ആ വികാരം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയും ഇസ്രായേലും സൗഹൃദപരമായ ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നേതാവായി. ടെൽ അവീവിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഡൽഹി. അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ഹോങ്കോങ്, ചൈന എന്നിവയ്ക്ക് പിന്നിൽ ഈ വ്യാപാര കണക്കുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. സൈനിക ഉപകരണ വിൽപ്പനയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയും ഇസ്രായേലും അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യ എപ്പോഴും ഇസ്രായേലിനെ ചേർത്ത് നിർത്തുന്നുണ്ട്, ഇസ്രായേൽ എപ്പോഴും ഇന്ത്യയെയും ചേർത്ത് നിർത്തുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇസ്രായേലും ഇന്ത്യക്കും നന്നായിട്ടറിയാം എന്നുള്ളതാണ്. ഇറാഖുമായി ബന്ധപ്പെട്ട ഒരു മാപ്പ് ചിത്രീകരിച്ചപ്പോൾ അതിനിടയിൽ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഭാഗമായി കശ്മീർ കൂടി വന്നത് അതൊരു പാകപ്പിഴയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സേന. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ്. അതിനെ പലരും പല മോശം കാര്യമായി അല്ലെങ്കിൽ പല തെറ്റായ രീതിയിലും പ്രചരിപ്പിച്ചു. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പിണങ്ങി, ഇസ്രായേൽ ഇന്ത്യയെ ചതിച്ചു, ഇസ്രായേൽ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് ഇന്ത്യക്ക് പണി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കമൻറ്റുകൾ, പല രീതിയിലുള്ള വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളായി ഒക്കെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇറാനുമായിട്ടുള്ള ചില പ്രദേശങ്ങളിലെ ഇറാൻ്റെ ആഗോള ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി. ഇറാൻ ഒരു ആഗോള ഭീഷണിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ആഗോള ഭീഷണി തന്നെയാണ്. കാരണം ഏത് സമയവും അണുവായുധം പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പാകിസ്ഥാനെ പോലെ പിച്ചും പെയ്യും പറയുന്ന ഒരു രാജ്യമാണ് ഇറാനും. ഒരു മതരാജ്യമാണ്, ഒരു മുസ്ലിം രാജ്യമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന, മതം കുത്തി നിറച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. 100% മതഭരണമാണ് അവിടെ. ഒരു സ്വാതന്ത്ര്യമില്ല, ആർക്കും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത നാട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ മതപണ്ഡിതന്മാർ, ഈ ആയത്തുള്ള അലി ഖമേനി എന്ന പടുകിഴവനെ പോലുള്ള കാരണവന്മാർ പറയുന്നത് മാത്രം കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണം. ജനാധിപത്യം വേണമെന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ കുറേ നാളത്തെ ഒരു ആവശ്യമാണ്. ഈ രാജ്യത്തെയാണ് നമ്മുടെ പിണറായി വിജയനൊക്കെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് ഇസ്രായേൽ തെമ്മാടി രാജ്യം, ഇറാൻ വലിയ മികച്ച രാജ്യവുമാണ്. അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളെ അവിടെ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്, ശാരീരികമായും മാനസികമായും ഒക്കെ. ഇറാനിലെ സ്ത്രീകളായാലും പുരുഷനായാലും അവരുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. മതം എന്ത് പറയുന്നു അതനുസരിച്ച്, മത നേതാക്കൾ, മതപണ്ഡിതന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു രാജ്യം. ഇറാൻ ഒരു ആഗോള ഭീഷണിയാണെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാപ്പ് ഇസ്രായേൽ തയ്യാറാക്കുന്നു. ആ മാപ്പിൽ ഇസ്രായേൽ സേന ഇന്ത്യൻ പ്രദേശത്തെ തെറ്റായി നൽകി. അവിടെ കശ്മീരിൻ്റെ ഒരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ഈ ഭൂപടത്തിൽ അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ അതിൽ അതായത് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി ഈ ഭൂപടത്തിൽ അവർ ചിത്രീകരിച്ചു. അത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിന് ക്ഷമാപണം നടത്തുകയും മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെ പല ഈ കേരളത്തിലെ പല അന്തികമ്മികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സുഡാപ്പികളും അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യമല്ല മതമാണ് വലുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ തമ്മിൽ തല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ കഴുകന്മാരുണ്ട്. ആ കഴുകന്മാരൊക്കെ ഇല്ലാ കഥകൾ ഇങ്ങനെ പറഞ്ഞ്
പ്രചരിപ്പിക്കുകയാണ്. ഇതിലെ സത്യമെന്ന് പറയുന്നത് ഒരു തെറ്റ് ആ ഭൂപടം ചിത്രീകരിക്കുന്നതിൽ ഇസ്രായേൽ സേനയ്ക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. അവരത് കൃത്യമായി കണ്ടുപിടിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലും ഇന്ത്യയുമായുള്ള ബന്ധം 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേലിലെത്തി, ടെൽ-അവീവിലെത്തി. ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുമായി ഇസ്രായേലിനുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്നും 17.2 ബില്യൺ, അതായത് 150 കോടിയുടെ ആയുധ വാങ്ങാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ആയുധ മേഖലയിലൊക്കെ വലിയ വളർച്ച നേടിയെന്ന് മനസ്സിലായ ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വരെ ഒരുങ്ങിയിരിക്കുന്നു. മാത്രമല്ല വ്യാപാര രംഗത്തൊക്കെ പലരും പലപ്പോഴും ചൈനയും അമേരിക്കയൊക്കെ ആശ്രയിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. അത് ഇസ്രായേലിന് നന്നായിട്ടറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അടുത്ത ബന്ധമാണ്. ഏകദേശം അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒരുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കൃത്യമായി കാര്യങ്ങൾ നിലപാടെടുക്കുന്നതിലും പറയുന്നതിലുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹുവുമൊക്കെ ആ നിലപാടെടുക്കുക, അതിൽ കാണിക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പാകിസ്ഥാൻ ഇന്ത്യയെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു, ഇന്ത്യൻ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു, ഭീകരരെ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയെ എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു, അതേ തരത്തിലാണ് ഇറാൻ പലപ്പോഴും ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ജൂതന്മാർ ഇറാന് കണ്ണിൽ പിടിക്കില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ജൂതന്മാർക്ക് അവർക്ക് അഭയം കൊടുത്ത ഏക രാജ്യം ഇന്ത്യ മാത്രമാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇപ്പോഴും ജൂത കേന്ദ്രങ്ങളുണ്ട്. ജൂതന്മാർ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയോട് വളരെ അടുപ്പമാണ്. കാരണം ഇന്ത്യയാണ് അവർക്ക് ബഹുമാനം നൽകിയത്, ഇന്ത്യയാണ് അവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്, അവരെ ചേർത്ത് പിടിച്ചത് ഇന്ത്യയാണ്. നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നമുക്കെതിരെ, നമ്മുടെ സൈനികർക്കെതിരെയൊക്കെ വലിയ രീതിയിൽ വെടിയുതിർത്തപ്പോൾ, GPS സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നം ഇന്ത്യ നേരിട്ടപ്പോൾ അന്ന് അമേരിക്കയോട് ഇന്ത്യ ഒരു സഹായം ചോദിച്ചു. ഞങ്ങൾക്ക് GPS സംവിധാനങ്ങളില്ല. അന്നാണ്, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്ക് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളടക്കം വലിയ ആയുധ ശേഖരണങ്ങളുണ്ട്. അന്ന് ഇന്ത്യക്ക് അതില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യ അമേരിക്കയോട് ചോദിച്ചു. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ഞങ്ങളുടെ GPS സംവിധാനം മറ്റാർക്കും നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക നമ്മളെ കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ആ സമയത്ത് ഇസ്രായേൽ നമുക്ക് GPS സംവിധാനങ്ങൾ നൽകി. എവിടെയാണ് ഈ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ കണ്ടുപിടിച്ച് അവരെ തീർക്കാനുള്ള എല്ലാ സഹായവും നമുക്ക് നൽകിയത് ഇസ്രായേലാണ്. അങ്ങനെ ഇന്ത്യയെ ഒരു വിധത്തിൽ സംരക്ഷിക്കുന്നതിൽ കൂടി ഇസ്രായേലിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ ഇസ്രായേലിനെയാണ് പലരും തെമ്മാടി രാജ്യം എന്നൊക്കെ വിളിച്ചത്. അത് അറിവില്ലായ്മയും വിവരമില്ലായ്മയും ബുദ്ധിയില്ലായ്മയും എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചിലരെ പ്രീണിപ്പിക്കാനും 4 വോട്ടിന് വേണ്ടിയും ആരെയും മാറ്റി പറയുന്ന ചില ആളുകളാണ് ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്നൊക്കെ വിളിക്കുന്നത്. അതാരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, അതാരും കാണാനും പോകുന്നില്ല. എന്തായാലും ഇന്ത്യയുടെ ശത്രു അല്ല ഒരിക്കലും ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ശത്രുവുമല്ല ഒരിക്കലും ഇന്ത്യ. ഇന്ത്യ ഇസ്രായേലിനെയും ഇസ്രായേൽ ഇന്ത്യയും ചതിക്കില്ല. അങ്ങനെ ചതിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രം.